ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പെണ്ണ് കാണാൻ പോകുന്ന കാര്യം സുഭാഷിനോട് പറയുകയാണ് നിധി. തൊട്ടരികിൽ സുധീഷും ഹരീഷും നികേഷും ഉണ്ട്. സുഭാഷ് പറയുന്നു, ഇനി ഈ പെണ്ണ് കാണലൊന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, നമ്മൾ ഇപ്രാവശ്യം പെണ്ണ് കാണാനായി ഒരു വീട്ടിലേക്കും പോകുന്നില്ല. പെണ്ണിന്റെ പേരൻസിനെ ആരെയും കാണാൻ പോകുന്നില്ല. ആ പെണ്ണ് കോഫി ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോഫി ഷോപ്പിലോട്ടാ പോകുന്നത്. സുഭാഷ് ചോദിക്കുന്നു, കോഫി ഷോപ്പോ? അവിടെയെങ്കിലും പോയി സംസാരിച്ച എനിക്ക് ശീലമില്ല. സുധീഷ് പറയുന്നു, അതിനെന്തിനാ സുഭാഷ് ഏട്ടാ ശീലിക്കുന്നത്? സുഭാഷ് ഏട്ടൻ കോഫി ഷോപ്പിലേക്ക് ചെല്ലുന്നു, ആ പെൺകുട്ടി വരുന്നു, നിങ്ങളിരുന്ന് സംസാരിക്കുന്നു. ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ പോ. സുഭാഷ് ഏട്ടാ, സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണം. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ എനിക്ക് വേണ്ടി സുഭാഷ് ഏട്ടനൊന്ന് പോയി കാണ്. സുഭാഷ് വിഷമത്തോടുകൂടി കുനിഞ്ഞിരിക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട. ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ച് പറയാം സുഭാഷ് ഏട്ടൻ വരില്ല എന്ന്. അപ്പൊ സുഭാഷ് പറയുന്നു, വേണ്ട മോളെ, ഞാൻ വരാം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, സൂപ്പർ സുഭാഷ് ഏട്ടാ, ഞാനും വരാം സുഭാഷ് ഏട്ടന്റെ കൂടെ. നികേഷ് പറയുകയാണ്, അതൊന്നും വേണ്ട. സുഭാഷ് ഏട്ടന്റെ കൂടെ സുധീഷ് ഏട്ടൻ പോയാൽ സുധീഷ് ഏട്ടൻ ആ പെണ്ണിനോട് സംസാരിച്ചോണ്ടിരിക്കും. സുഭാഷ് ഏട്ടനെ സംസാരിക്കാനേ അനുവദിക്കില്ല. ഇത് കേട്ട് നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ ഞാൻ ഏതെങ്കിലും പെണ്ണിനോട് സംസാരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഹരീഷ് പറയുന്നു, അവരെന്തിനാ കാണുന്നത്? ഈ നാട് തന്നെ കണ്ടിട്ടുണ്ട് സുധീഷ് ഏട്ടൻ പല പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത്. സുധീഷ് നിധിയോട് പറയുന്നു, നിധി ഇതൊന്നും വിശ്വസിക്കല്ലേ, ഇവരെല്ലാം നുണ പറയുകയാണ്. ഞാൻ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല, ഞാൻ ഗുഡ് ബോയ് ആണ്. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടൻ എങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് നന്നായിട്ടറിയാം. സുധീഷ് ഏട്ടൻ പോകണ്ട, ഞാൻ പൊയ്ക്കോളാം. ഹരീഷ് പറയുന്നു, നികേഷ് പറഞ്ഞതാ ശരി, നീ പോകണ്ട. അപ്പോ സുധീഷ് പറയുകയാണ്, എടാ സുഭാഷ് ഏട്ടന് ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല. ഞാനും കൂടി പോയാൽ അത് പതിയെ പറഞ്ഞു കൊടുക്കാമല്ലോ. നിധി പറയുന്നു, നികേഷേ, ഞാനും നിങ്ങളുടെ കൂടെ വരാം. നമുക്ക് രണ്ടുപേർക്കും സുഭാഷ് ഏട്ടന്റെ കൂടെ പോകാം. സുഭാഷ് ഏട്ടാ, സത്യമായിട്ട് ഞാൻ പറയുക, ഇത് ലാസ്റ്റാ. ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനപ്പുറത്തേക്ക് ഞാൻ സുഭാഷ് ഏട്ടനെ നിർബന്ധിക്കില്ല. സുഭാഷ് പറയുന്നു, ശരി മോളെ, എപ്പോഴാ പോകണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. തുടർന്ന് കോഫി ഷോപ്പിലേക്ക് വരികയാണ് നിധിയും സുഭാഷും നികേഷും ഒപ്പം സുധീഷും. സുഭാഷിനെ പാൻറ്റൊക്കെ ഇടിപ്പിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. എന്ത് പറ്റി സുഭാഷ് ഏട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, പാന്റ് ഒന്നും ഞാൻ അധികം ഇടാറില്ലല്ലോ, എന്തോ പോലെ. പിന്നെ ഇങ്ങനെ കോഫി ഷോപ്പിലൊക്കെ വെച്ച് പെണ്ണ് കാണുന്നത് ആദ്യമായിട്ടല്ലേ? നിധി പറയുന്നു, ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി പെണ്ണ് കാണാറില്ലേ, അതുപോലെ തന്നെ ഉള്ളൂ ഇതും. വീട്ടിലാണെങ്കിൽ ആ കുട്ടിയുടെ പേരൻസ് ഒക്കെ കാണും, ഇവിടെ ആണെങ്കിൽ ആ പെണ്ണ് മാത്രമാണ് വരുന്നത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നികേഷ് പറയുന്നു, പേരൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പേരൻസ് സംസാരിച്ചോളുമല്ലോ. ഇപ്പം സുഭാഷ് ഏട്ടനും പെണ്ണും കൂടി സംസാരിക്കേണ്ടി വരില്ലേ? സുഭാഷ് ഏട്ടൻ നന്നായി സംസാരിച്ചാ മതിയായിരുന്നു. സുഭാഷ് പറയുന്നു, എടാ നീ എന്നെ ടെൻഷൻ ആക്കല്ലേ. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ട ഒന്നുമില്ല, ഞങ്ങൾ എല്ലാവരും ഇല്ലേ. നിധി പറയാണ്, സുഭാഷ് ഏട്ടാ കൂളായിട്ടിരിക്കെ, ഞങ്ങൾ സുഭാഷ് ഏട്ടന്റെ ഒപ്പം ഇല്ലേ. അങ്ങനെ അവർ കോഫി ഷോപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. മെനു കാർഡ് എടുത്തു നോക്കി കോഫിയുടെ ഒക്കെ വില കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് സുഭാഷ്. ഇത് എന്തൊരു വിലയാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ഇവിടെയൊക്കെ അങ്ങനെയാണ് സുഭാഷ് ഏട്ടാ. സുഭാഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഒരു പെണ്ണിനോട് സംസാരിക്കുന്നതിന് ഇത്രയും പരിഭ്രമിക്കുന്നത് എന്തിനാ സുഭാഷ് ഏട്ടാ? നികേഷ് പറയുന്നു, ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാ, അടുക്കളയിൽ പോയി പാചകം ചെയ്യാൻ പറഞ്ഞാൽ സന്തോഷത്തോട് പോയി പാചകം ചെയ്യും. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടിയെ വിളിക്കുന്നതെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുന്നു, എടുത്ത് സംസാരിക്കുക. ഫോൺ അറ്റൻഡ് ചെയ്ത് നിധി പറയുന്നു, ആ ഞങ്ങള് വന്നു, അകത്തുണ്ട്, വന്നോ നിങ്ങള്? അകത്തേക്ക് കയറുമെന്ന ആ പെൺകുട്ടി ചുറ്റും നോക്കുകയാണ്. നിധി കൈ കാണിക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ കൈ കാണിക്കുകയാണ് ആ പെൺകുട്ടി. കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. നികേഷ് പതിയെ സുധീഷിനോട് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, ആ പെണ്ണിന്റെ കൂടെ ഉള്ളതാരാ? സുധീഷ് പറയുകയാണ്, അറിയില്ലടാ, സഹോദരനായിരിക്കും. നമ്മള് സുഭാഷ് ഏട്ടന്റെ കൂട്ടിന് വന്നില്ലേ, അതേപോലെ ആ പെൺകുട്ടിക്ക് കൂട്ടിന് വന്നതായിരിക്കും. അവർ അരികിലേക്ക് വരുമ്പോൾ നിധി പറയുന്നു, ഇരിക്ക്. പുഞ്ചിരിച്ച് ആ പെൺകുട്ടിയും കൂടെയുള്ള ആളും അവിടേക്ക് ഇരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അവരോട് സംസാരിക്കുകയാണ് നിധിയും സുധീഷും നികേഷും. സുഭാഷ് ടെൻഷനോടുകൂടി ഇരിക്കുന്നു. നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് വേണ്ടിയാണ് ഞങ്ങള് കുട്ടിയെ കാണാനായിട്ട് വന്നത്. സുഭാഷിനെ നോക്കി ആ പെൺകുട്ടി ഹായ് പറയുകയാണ്. സുഭാഷ് നമസ്കാരം പറയുന്നു. നിധി പറയുന്നു, ഇത് സുധീഷ്, ഇത് നികേഷ്, സുഭാഷ് ഏട്ടന്റെ അനിയന്മാരാ. ഞാൻ സുധീഷിന്റെ വൈഫാണ്. ഇത് കേട്ട് നിധിയൊന്ന് നോക്കി സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, എന്താ കഴിക്കുക? കോഫി ഓർഡർ ചെയ്യട്ടെ? ഓക്കെ എന്ന് അവർ പറയുമ്പോൾ നിധി 2 കോഫി ഓർഡർ ചെയ്ത് കുറച്ചപ്പുറത്തായുള്ള ടേബിളിൽ വെക്കാനായി ആവശ്യപ്പെടുകയാണ്. ശേഷം നിധി പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ആ ടേബിളിന്റെ അരികിലിരുന്ന് സംസാരിക്ക്. സുഭാഷ് മടിച്ചിരിക്കുമ്പോൾ നിധി പറയുന്നു, ചെല്ല് സുഭാഷ് ഏട്ടാ, നിങ്ങൾ അവിടെ പോയിരുന്ന് സംസാരിക്ക്. ആ പെൺകുട്ടിയും കൂടെയുള്ള ചെറുപ്പക്കാരനും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. നിധി പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്ക്, സുഭാഷ് ഏട്ടനും ഈ കുട്ടിയും കൂടി സംസാരിക്കട്ടെ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇല്ല, ഞാനില്ലാതെ ഇവിടെ സംസാരിക്കില്ല, ഞാനും കൂടെ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ഒപ്പം പോവുകയാണ് അയാൾ. സുഭാഷും പിന്നാലെ പോകുന്നു. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി അതാരാ? ആ പെണ്ണിന്റെ ബ്രദർ ആണോ? നിധി പറയുന്നു, ബ്രദർ ആണെന്നാ തോന്നുന്നത്, അയാൾ ഇവിടെയല്ലേ ഇരിക്കേണ്ടത്, എന്തിനാ
എന്തിനാ അവരുടെ ഒപ്പം അവിടെ പോയിരിക്കുന്നത്? നികേഷ് പറയുന്നു, ഞാനും അത് ആലോചിക്കുന്നത്. ആ കുട്ടിയുടെ കൂടെയുള്ള ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് മന്ത്ലി എത്ര ഇൻകം കിട്ടും? സുഭാഷ് പറയുന്നു, ഇൻകം എന്ന് പറഞ്ഞാൽ ചില ദിവസം ജോലി കാണത്തില്ല, മാസ ശമ്പളമായിട്ടൊന്നുമില്ല, ദിവസക്കൂലിയാണ്. അയാൾ ചോദിക്കുന്നു, രാവിലെ എപ്പോ പോകേണ്ടി വരും? അങ്ങനെ ജോലിയെ കുറിച്ച് ഓരോന്ന് സുഭാഷിനോട് ചോദിക്കുകയാണ് അയാൾ. ആ പെൺകുട്ടി ഒന്നും ചോദിക്കുന്നില്ല, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ടെൻഷനോടുകൂടി അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് നിധിയും സുധീഷും നികേഷും. സുധീഷ് പറയുന്നു, എടാ ആ പെണ്ണ് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ, ആ പയ്യനാണല്ലോ എല്ലാം സംസാരിക്കുന്നത്. നിധി പറയുന്നു, പെണ്ണിന്റെ ബ്രദർ അല്ലേ, ഒരുപാട് ചോദ്യങ്ങൾ കാണും. ആ പെൺകുട്ടി സുഭാഷിനോട് ചോദിക്കുന്നു, സുഭാഷ് സിനിമയൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ അടുത്ത് കണ്ട സിനിമ ഏതാ? സുഭാഷ് പറയുന്നു, ഞാൻ അങ്ങനെ സിനിമ കാണാനൊന്നും പോകാറില്ല, അനുജന്മാര് സിനിമ കണ്ടിട്ട് വരുമ്പോൾ കഥ പറഞ്ഞു തരാറുണ്ട്. ആ പെൺകുട്ടി ചോദിക്കുന്നു, സിനിമ കാണാറില്ലേ? സിനിമ കാണാത്ത ഒരാളെന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുകയാണ്. സുഭാഷ് വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ അവർ പരിഹസിക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, ആ പയ്യനെ കണ്ടാൽ ബ്രദർ ആണെന്ന് തോന്നുന്നില്ല, ബോയ് ഫ്രണ്ട് പോലെയുണ്ട്. നികേഷ് പറയുന്നു, അതെ ഞാനും അത് ആലോചിച്ചത്. നിധി പറയുന്നു, അങ്ങനെയൊന്നും ആയിരിക്കില്ല, ബ്രദർ തന്നെ ആയിരിക്കും. ഞാൻ ആ പെണ്ണിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കട്ടെ. നോക്കുന്ന സുധീഷ് പറയുമ്പോൾ പ്രൊഫൈൽ നോക്കിയിട്ട് നിധി പറയുന്നു, ഇതിനകത്ത് ബ്രദറിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, ചിലപ്പം കസിൻ ആയിരിക്കും. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ ഈ പെൺകുട്ടിയുടെ ആരാ? അയാൾ പറയുകയാണ്, ഞാൻ ഇവളുടെ ബെസ്റ്റിയാണ്. സുഭാഷ് പറയുന്നു, മനസ്സിലായില്ല, ഫ്രണ്ട് ആണോ? ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറയുകയാണ്, ഫ്രണ്ട് അല്ല, ബെസ്റ്റി. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പഴഞ്ചനാണല്ലോ. അതെ അതേന്ന് പറഞ്ഞ ആ പെൺകുട്ടി അയാളോടൊപ്പം ചിരിക്കുകയാണ്. സുധീഷ് നിധിക്കും നികേഷിനും കോഫി വാങ്ങി കൊടുക്കുകയാണ്. സുധീഷ് അവരോടൊപ്പം ഇരുന്ന് കോഫി കുടിക്കുന്നു. തുടർന്ന് ആ പെൺകുട്ടിയുടെ ഒപ്പമുള്ള പയ്യൻ പറയുന്നു, അപ്പൊ നമുക്ക് പോകാം, ഓക്കെ അല്ലേ? ആ പെൺകുട്ടി പറയുന്നു, ഓക്കെ. തുടർന്ന് അരികിലേക്ക് വന്ന ആ പെൺകുട്ടിയോട് നിധി ചോദിക്കുന്നു, സംസാരിച്ചോ? അപ്പൊ ആ പെൺകുട്ടി പറയുകയാണ്, ആ സംസാരിച്ചു, ഞങ്ങള് ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാം, ബൈ എന്ന് പറഞ്ഞ് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് ആ പെൺകുട്ടി ആ പയ്യന്റെ ഒപ്പം പോവുകയാണ്. സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷും നികേഷും നിധിയും സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി പറയുന്നു, വാ നമുക്കും പോകാം, കാറിലിരുന്ന് സംസാരിക്കാം. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് സുഭാഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചോദിക്കുന്നു, സുഭാഷേട്ടാ പെണ്ണെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സുഭാഷേട്ടനോട് ചോദിച്ചത്. എന്താടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ആ പെണ്ണിന്റെ കൂടെ വന്നതാരാ, ബ്രദർ ആണോ? സുഭാഷ് പറയുന്നു, അല്ല, അത്. നിധി പറയുകയാണ്, മാട്രിമോണിയൽ പ്രൊഫൈലില് ആ പെൺകുട്ടിക്ക് 2 ചേച്ചിമാരാണ് ഉള്ളതെന്നാ കൊടുത്തിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ഒപ്പം വന്നത് ആരാ, കസിൻ ആണോ? അറിയില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നു, അറിയില്ലെന്നോ? അത്ര നേരം സംസാരിച്ചിട്ട് അതാരാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, ചോദിച്ചപ്പോൾ ആരാണെന്ന് പറഞ്ഞേ? അതെന്ന് പറഞ്ഞ് സുഭാഷ് ആലോചിച്ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ആ പെണ്ണ് സുഭാഷേട്ടനോട് സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആ ചെറുക്കന്റെ ചെവിയിലാണ് സംസാരിച്ചത്, ഏതോ ക്ലോസ് റിലേറ്റീവ് ആണെന്ന് തോന്നുന്നു. സുഭാഷ് പറയുന്നു, എന്തോ ഒന്ന് പറഞ്ഞായിരുന്നു, ആ ബെസ്റ്റീന്ന് അങ്ങനെ പറഞ്ഞ. സുധീഷും നിധിയും നികേഷും ഞെട്ടി സുഭാഷിനെ നോക്കുകയാണ്. സുധീഷ് കാറ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ? സുധീഷ് ചോദിക്കുന്നു, ബെസ്റ്റിയോ? ബെസ്റ്റി എന്ന് തന്നെയാണോ പറഞ്ഞത്? സുഭാഷ് പറയുകയാണ്, അതേടാ ബെസ്റ്റി എന്നാ പറഞ്ഞേ. അയാളാടാ എന്നോട് ഒരുപാട് സംസാരിച്ചത്, ആരാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത്, അപ്പം ബെസ്റ്റി എന്ന് പറഞ്ഞു. എടാ ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സുധീഷ് വിഷമത്തോടു കൂടി തിരിഞ്ഞ് നിധിയെയും നികേഷിനെയും നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്തിനാടാ അവരെ നോക്കുന്നത്? ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? സുധീഷ് പറയുന്നു, അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഫ്രണ്ടിന് മുകളിൽ, ബോയ് ഫ്രണ്ടിന് ഒരു പടി താഴെ. സുഭാഷ് ചോദിക്കുന്നു, ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എല്ലാം ഒരുപോലെ അല്ലേടാ, അതോ വേറെ വേറെയാണോ? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഒരു പാവാ, അത് വിട്ടേര്. അത് പറഞ്ഞാലും സുഭാഷ് ഏട്ടന് മനസ്സിലായില്ല. നികേഷ് പറയുന്നു, അത് സുഭാഷ് ഏട്ടാ, ചില പെണ്ണുങ്ങള് കൂടെ ചില ചെറുപ്പക്കാരെ കൊണ്ട് നടക്കും, അതെങ്ങനാ സുഭാഷ് ഏട്ടനോട് പറയുക? അത് പറയാൻ പറ്റില്ല, അത് വിട്ടേര്. നിധി മനസ്സിൽ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിയാലോ? ആ പയ്യന്റെ ഒപ്പം കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിധി പറയുന്നു, നികേഷ് ആ പെണ്ണിന്റെ പ്രൊഫൈൽ നിനക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, എന്താടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുധീഷ് ഏട്ടൻ തന്നെ നോക്കെന്ന് പറഞ്ഞ് തന്റെ ഫോൺ സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നികേഷ്. ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയിട്ട് സുധീഷ് വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്താടാ എന്നെ നോക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ നികേഷിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നിധിയെ നോക്കുകയാണ് സുധീഷ്. നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഇത് നമുക്ക് വേണ്ട. നിധി പറയുന്നു, മാട്രിമോണിയലിൽ ആ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ആ പെണ്ണ് നമുക്ക് ശരിയാകില്ല. സുഭാഷ് ചോദിക്കുന്നു, ആ പെണ്ണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സുധീഷ് പറയുകയാണ്, ഞങ്ങളെ വിട്ടേര് സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് ഇഷ്ടപ്പെട്ടോ? സുഭാഷ് പറയുന്നു, എടാ ഞാൻ ഇതുവരെ കാണാൻ പോയ പെൺകുട്ടികളെ ആരെയും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സുധീഷ് പറയുന്നു, നമ്മള് പറയുന്നതിന് മുമ്പേ അവര് വേണ്ടാന്ന് പറയല്ലോ. നിധി പറയുന്നു, സുധീഷ് ഒന്നും മിണ്ടാതിരുന്നേ, സുഭാഷ് ഏട്ടൻ പറയട്ടെ. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഒരു പെണ്ണിനെ വേണ്ടാന്ന് പറയുന്നത് വലിയ തെറ്റാണ്, പക്ഷേ എനിക്കെന്തോ ഈ പെണ്ണിനെ വേണ്ടാന്ന് തോന്നുന്നു. ആ പെണ്ണ് എന്തൊക്കെയോ ചോദിക്കുന്നു, പടം കാണാൻ പോകുമോ, ഷോപ്പിങ്ങിന് പോകുമോ, ഫ്രണ്ട്സ് ട്രിപ്പ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, എനിക്കെന്തോ പേടിയായി. എടാ സുധീഷേ, ആ പെണ്ണിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അവള് പറഞ്ഞതൊന്നും എനിക്കറിയില്ല, വേണ്ടാന്ന് പറയടാ. നിധി പറയുന്നു, സുഭാഷ്
ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് വേണ്ട. സുധീഷ് പറയുകയാണ്, വേണ്ട സുഭാഷ് ഏട്ടാ, ഇത് ശരിയാകില്ല. അതിനുശേഷം കാണിക്കുന്നത് രാത്രി അടുക്കളയിൽ സുഭാഷിന്റെ ഒപ്പം ജോലികൾ ചെയ്യുകയാണ് നിധി. സംസാരിച്ചുകൊണ്ട് ഹോളിലിരിക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും. നിധി ചുമയ്ക്കുമ്പോൾ സുഭാഷ് പറയുന്നു, മോള് പൊയ്ക്കോ, ഞാൻ ചെയ്തോളാം. കുറെ നേരം ആയില്ലേ ജോലികൾ ചെയ്യാൻ തുടങ്ങിയിട്ട്, പോയി അവിടെ ഇരിക്കെ, ഇനിയുള്ളത് ഞാൻ ചെയ്തോളാം. തുടർന്ന് ഹോളിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്താ എല്ലാവരും ചിരിക്കുന്നത്, എന്നോടും കൂടി പറ. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി, ഹരീഷിന് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലെന്ന്. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, എടാ ഹരീഷെ, ബോയ് ഫ്രണ്ടിനും ഇടയിലുള്ള ആളിനെയാണ് ബെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ചില നേരങ്ങളിൽ ഫ്രണ്ടായും ചില നേരങ്ങളിൽ ബോയ് ഫ്രണ്ടായും കൂടെ ഉണ്ടാകും. നികേഷ് പറയുന്നു, ഹരീഷേട്ടാ, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആണ്, വൈറസ് പോലെ. ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിന്റെ കൂടെ കൂടിയാൽ ജീവിതകാലം അത്രയും സഹിക്കേണ്ടി വരും. നിധി പറയുന്നു, ആ പെൺകുട്ടി സുഭാഷ് ഏട്ടന് ശരിയാകില്ല എന്നാ തോന്നുന്നത്. ഹരീഷ് പറയുകയാണ്, വേണ്ട, സുഭാഷ് ഏട്ടന് ആ പെണ്ണിനെ വേണ്ട. ഇത് കേട്ട് ചിരിക്കുകയാണ് നിധി. ഈ സമയം അടുക്കളയിലേക്ക് ഓടി വരികയാണ് സുനന്ദ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സുഭാഷ് സുനന്ദയെ ശ്രദ്ധിക്കുന്നില്ല. സുനന്ദ കണ്ടു നിറഞ്ഞ് വാതിലിന്റെ അരികിൽ നിന്ന് സുഭാഷിനെ തന്നെ നോക്കുകയാണ്. സുനന്ദ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് തിരിഞ്ഞ് സുനന്ദയെ നോക്കുകയാണ്. ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷ് പറയുന്നു, ഇവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഹരീഷ് ചോദിക്കണേ, എന്തിനാടി ഇങ്ങോട്ട് വന്നത്, പോടി ഇവിടുന്ന്. അപ്പൊ നിധി പറയുകയാണ്, നിങ്ങൾ അവിടെ ഇരിക്കെ, ഞാൻ നോക്കിക്കോളാം ഈ കാര്യം. ഇത് കേട്ട് അവരവിടെ ഇരിക്കുമ്പോൾ നിധി അടുക്കളയിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സുഭാഷ് ഏട്ടൻ എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, അതല്ല, നീ അന്നും ഇങ്ങനെയാണ് ഓടി വന്നത്. പിന്നാലെ നിന്റെ അച്ഛനും അമ്മയും വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതെല്ലാം നീ കണ്ടതല്ലേ. എന്നെ അടിച്ചതും ഞാൻ സ്റ്റേഷനിൽ പോയതൊന്നും സാരമില്ല. പക്ഷേ എന്റെ അനുജന്മാരെ എല്ലാവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി നാണം കെടുത്തിയില്ലേ, അത് തെറ്റല്ലായിരുന്നോ? വേണ്ട. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഇപ്പൊ ഇവള് വരും. പിന്നാലെ ഇവളുടെ അച്ഛനും അമ്മയും അമ്മാവനും എല്ലാം വന്ന് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കും. ആദ്യം അവളോട് ഇവിടുന്ന് പോകാൻ പറ. കാണുമ്പോ തന്നെ വെറുപ്പ് തോന്നുന്നു. കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, വീട്ടിൽ ആരുമില്ല, എല്ലാവരും പുറത്തേക്ക് പോയത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താന്ന് അറിയില്ല സുഭാഷ് ഏട്ടാ, എനിക്ക് സുഭാഷ് ഏട്ടനെ കാണുമെന്ന് തോന്നി, സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സുഭാഷ് പറയുന്നു, ഇത് ശരിയാകില്ല. നീ ഇങ്ങോട്ട് വന്നത് നിന്റെ വീട്ടുകാരറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. നീ പോകാൻ നോക്ക്. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ സുനന്ദയെ കണ്ട് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നു, എടി, നീ ഇങ്ങോട്ട് പിന്നെ വന്നോ? സുനന്ദ ഞെട്ടി ഭാസ്കരനെ നോക്കുകയാണ്. അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എടി, നിന്റെ അമ്മ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ? നീ ആദ്യമേ പോ, പിന്നാലെ ഞങ്ങൾ വന്ന് എല്ലാത്തിനെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കോളാമെന്ന്. നിധി പറയുന്നു, അച്ഛാ വേണ്ട. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ നീ മിണ്ടരുത്, നിനക്കൊന്നും അറിയില്ല. എടി, നിന്റെ കുടുംബക്കാര് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടു കുടുംബങ്ങളും ശത്രുക്കളെ പോലെ കഴിയുമ്പോൾ നിനക്ക് മാത്രം എന്താടി സ്നേഹം അങ്ങ് ഒഴുകുന്നത്? അന്ന് ഇവിടെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ നീ നിന്റെ വീട്ടിൽ കയറിയിരുന്നില്ലേടി? നീ സത്യം വന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ നിന്റെ കാല് പിടിക്കേണ്ടി വന്നില്ലേ? എത്ര ധൈര്യം ഉണ്ടായിട്ടാടി നീ പിന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നോക്ക്, നേരത്തെയൊക്കെ നിന്നെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നിയിരുന്നു. പക്ഷെ എനിക്കിപ്പോ സംശയമുണ്ട്, നിന്നെ വെച്ച് നിന്റെ വീട്ടുകാരെന്നോട് പക വീട്ടാൻ ശ്രമിക്കുകയാണോന്ന്. നോക്ക്, ഇനി നിന്നെ എന്റെ വീട്ടിൽ കണ്ടാൽ പെണ്ണാണെന്ന് ഞാൻ വിചാരിക്കില്ല. ഈ ഭാസ്കരനെ പറ്റി നാട്ടുകാർ പറയുന്നതൊക്കെ നിനക്കറിയാലോ. എന്റെ തനി സ്വഭാവം നിനക്ക് കാണേണ്ടി വരും. സുഭാഷ് പറയുന്നു, അച്ഛാ വേണ്ടച്ചാ. നിധി പറയുന്നു, അങ്ങനെയൊന്നും സംസാരിക്കണ്ട. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ ഇവളോട് പുറത്തു പോകാൻ പറ. രാത്രിയിൽ അവള് ആരും കാണാതെ വന്നിരിക്കുക, ഇറങ്ങിപ്പോടി. കരഞ്ഞോണ്ട് സുനന്ദ സുഭാഷിനെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, എടി, നിന്നോടല്ലേ പറഞ്ഞത് പോകാൻ, പിന്നെ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഇറങ്ങിപ്പോടി. ഇത് കേട്ട് പൊട്ടിക്കരങ്ങി അവിടെ നിന്ന് ഓടി പോവുകയാണ് സുനന്ദ. ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും നിധിയും. തുടർന്ന് രാത്രി സുധീഷിനെയും കൂട്ടി പുറത്തേക്ക് വന്ന നിധി സുനന്ദയുടെയും സുഭാഷിന്റെയും കാര്യം പറയുകയാണ്. ആ കാര്യം വിട്ടേക്കെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, നമുക്ക് ആരോടും പറയാതെ സുഭാഷ് ഏട്ടന്റെയും സുനന്ദയുടെയും കല്യാണം നടത്തിയാലോ? ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിധി പറയുന്നു, കല്യാണം കഴിക്കുന്ന ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായിരിക്കണം. ഞാൻ സീരിയസ് ആയിട്ട് പറയുക, ഞാൻ എങ്ങനെയെങ്കിലും സുനന്ദയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരാം. നിങ്ങൾ സുഭാഷ് ഏട്ടനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരണം. നമുക്ക് അവരുടെ കല്യാണം നടത്താം. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും സുനന്ദ വീണ്ടും വീണ്ടും സുഭാഷ് ഏട്ടനെ കാണാൻ ഓടി വരുന്നില്ലേ? എനിക്ക് അവളെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഞാനും അവളെ പോലെ കല്യാണം വേണ്ടെന്ന് വീട്ടിൽ എത്ര പ്രാവശ്യം പറഞ്ഞതാ. അവരാരും അത് കേൾക്കാൻ തയ്യാറായില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കല്യാണം നടത്തിയേ പറ്റൂന്ന് വീട്ടുകാർ പറഞ്ഞു. അന്ന് ഞാൻ അനുഭവിച്ച അതേ വിഷമങ്ങളാണ് ഇപ്പോൾ സുനന്ദയെ അനുഭവിക്കുന്നത്. സുധീഷ് പറയുന്നു, ആ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകാൻ നിധി ഒരുപാട് ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സുനന്ദ അങ്ങനെയല്ല. അപ്പൊ നിധി പറയുകയാണ്, ഞാനും സുനന്ദയെ പോലെ ആയിരുന്നു. സുധീഷ് എന്ന് വന്ന് എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? സുധീഷിന്റെ ഉറപ്പിന്റെ പേരിലാണ് ഞാൻ സുധീഷിന്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് വന്നത്. അങ്ങനെ സുനന്ദയെ രക്ഷിക്കാൻ ആരുമില്ല. ഇഷ്ടമില്ലാത്ത ഈ കല്യാണം സുനന്ദയ്ക്ക് നടക്കുകയാണെങ്കിൽ അവൾ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. ഇതേപോലെ എന്റെ ഫ്രണ്ടിനെ വീട്ടുകാർ ഫോഴ്സ് ചെയ്ത് ഒരു കല്യാണം നടത്തി. അവൾ അവിടെ 2 മാസം പോലും ജീവിച്ചില്ല.
സമ്മതിച്ചില്ല. എനിക്കൊരു പ്രശ്നം വന്നാൽ സുധീഷ് എന്റെ കൂടെ നിൽക്കില്ലേ, അതേപോലെ സുനന്ദയെ രക്ഷിക്കാൻ എന്റെ കൂടെ നിൽക്കണം. സുധീഷ് പറയുന്നു, ഇത് ശരിയാകത്തില്ല. സുഭാഷ് ഏട്ടനും സുനന്ദയ്ക്കും എല്ലാവരെയും പേടിയാ. അവർ പരസ്പരം സ്നേഹിച്ചിട്ടും ഇതുവരെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് പോലുമില്ല. ഇങ്ങനെയുള്ള അവരെ നമ്മൾ എങ്ങനെ ഒന്നിപ്പിക്കാനാ? നിധി പറയുന്നു, പക്ഷേ അവരെ ഒന്നിപ്പിച്ചേ പറ്റൂ. അങ്ങനെ നിധി സുധീഷിന്റെ ഒപ്പം കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. നാഗേഷ് ശർമ്മ ചാനൽ.